യുവനടിയെ ആക്രമിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ഇവർ. കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റം ഇവർക്കെതിരെ തെളിഞ്ഞു. ദിലീപിനെ ബലാത്സംഗ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കി. 6 പ്രതികളുടെ ജാമ്യം റദ്ദാക്കി. ഇവർക്ക് പരമാവധി ശിക്ഷ ലഭിക്കാനാണ് സാധ്യത. ഈ മാസം 12 വെള്ളിയാഴ്ചയാണ് ശിക്ഷാവിധി. 7-ാം പ്രതി ചാർലി, ദിലീപ്, സുഹൃത്ത് ശരത്ത് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടു. ദിലീപിനെതിരെ ഗൂഢാലോചനയ്ക്കും തെളിവ് നശിപ്പിക്കലിനും തെളിവില്ലെന്ന് കോടതി പറഞ്ഞു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ലൈംഗിക അതിക്രമത്തിന് കൊട്ടേഷൻ നൽകിയതിന് രാജ്യത്ത് ആദ്യമായി രജിസ്റ്റർ ചെയ്ത കേസിൽ 8.5 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത്. ദിലീപ് ഉൾപ്പെടെ കേസിൽ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. പൾസർ സുനി 1-ാം പ്രതി, മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, VP വിജീഷ്, H സലീം, പ്രദീപ്, ചാർലി തോമസ് എന്നിവരാണ് 2 മുതൽ 7 വരെയുള്ള പ്രതികൾ. നടൻ ദിലീപ് 8-ാം പ്രതിയും സനിൽകുമാർ 9-ാം പ്രതിയുമായിരുന്നു. ബലാത്സംഗം, ഗൂഢാലോചന, മാനഭംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ബലപ്രയോഗം, അന്യായ തടങ്കൽ, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. തെളിവ് നശിപ്പിക്കലിന് കൂട്ടുനിന്ന ദിലീപിൻ്റെ സുഹൃത്ത് G ശരത്ത് 10-ാം പ്രതിയാണ്. 2017 ഫെബ്രുവരി 17-ന് അങ്കമാലിക്കും കളമശ്ശേരിക്കും ഇടയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നടി ആക്രമിക്കപ്പെട്ടത്.